നമസ്കാരം. ഞാൻ നിങ്ങളോടൊപ്പം ഇരുമത്തൂർ സുരേഷ് തരിക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റോസി എന്ന സിനിമയിലെ ഒരു ഗാനമായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അല്ലിയാമ്പൽ കടവിൽ എന്ന അതിൻ്റെ പല്ലവി പഠിച്ചായിരുന്നു. ഇന്ന് നമ്മൾ അതിൻ്റെ അനുപല്ലവിയാണ് പഠിക്കുന്നത്. നമുക്ക് ആദ്യം ജി പൊസിഷൻ ഒന്ന് വായിച്ച് നോക്കാം. പദനി സരി, ഇവിടെ നിങ്ങോട്ട് ഇപ്പം പ ധ നീ സരി, അഞ്ച് വരലുകൾ ഇങ്ങനെ വെച്ച് വായിക്കുക. ഇവിടെ ഇങ്ങോട്ട് സരി ഗ മ പ, സി പൊസിഷനാണ്. സരി ഗ മ പ, ജി പൊസിഷൻ എന്ന് പറയുമ്പോൾ പായിൽ നിന്ന് പ ധ നീ സരി കഴിഞ്ഞിട്ട് സരി ഗ മ പ. ഇവിടെ പ്രാക്ടീസ് ചെയ്യണം ഇങ്ങനെ. നമുക്ക് നോക്കാം. താമരപ്പൂ നീ ദൂരെ കണ്ടു മോഹിച്ചു, നീന്ന് വായിക്കും, നടുവരലും കൊണ്ട് വായിക്കാം. നീ സാരി സനി ധനി ദൂരെ താമരപ്പൂ നീ താമരപ്പൂ നീ സരി സനി സ ധനി ദൂരെ പദനി പദനി ദ ദ ദ കണ്ടു മോഹിച്ചു, അപ്പോൾ പാപ്പ പദനി ദ ദ ദ താഴെ ഞാൻ നീന്തി പമഗമ പാപ്പ പമഗമ പാപ്പ പൂ പൊട്ടിച്ചു. പാത അപ്പോൾ താമരപ്പൂ നീ പദനി പദനി ദ ദ പ പദനി ദ ദ ദ പമഗമ പ പ പ. മനസ്സിലായല്ലോ? താമരപ്പൂ നീ ദൂരെ കണ്ടു മോഹിച്ചു, അപ്പോൾ താഴെ ഞാൻ നീന്തി ചെന്ന് പൂവ് പൊട്ടിച്ചു. അത്രയും നോട്ടുകളാണ് ഈ പറഞ്ഞു തന്നത്. ഒന്നുകൂടെ വായിച്ചു നോക്കാം. പാദ പാദ പിന്നെ
ധാനി നീ സ പാദ ധാനി നീ തണ്ടൊഴിഞ്ഞ സാരിരീക ഹൈ പിച്ചാണ്. ഇത്ര മുകളിലോട്ട് പാടാൻ പ്രയാസമുണ്ട് എനിക്ക്. ഇത് മൊത്തമായിട്ട് നമുക്ക് നോക്കാം. തണ്ടൊഴിഞ്ഞ താമര ഞാൻ കൊണ്ടുവന്നപ്പോൾ പെണ്ണേ സരി സദ നിൻകവിളിൽ ധനി സനി പപ കണ്ടു മറ്റൊരു ധനി സനി പപ പാനി ധനി പ താമരക്കാട് പെണ്ണേ ധനി സനി പപ ഒരു നിമിഷം നിൽക്കൂ. വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾ സംഗീതം ഇഷ്ടപ്പെടുന്നവരാണോ എങ്കിൽ സരിഗയുടെ ഓൺലൈൻ ട്യൂഷനിലൂടെ നിങ്ങൾക്കും പഠിക്കാം സംഗീതം. പ്രായം ഒരു പ്രശ്നമേ അല്ല. നിങ്ങളുടെ സമയത്തിനനുസരിച്ച് ഉത്തരവാദിത്തത്തോടും കൃത്യനിഷ്ഠയോടും കൂടി ക്ലാസുകൾ എടുത്തു കൊടുക്കപ്പെടുന്നതാണ്. ഞങ്ങളുടെ പ്രത്യേകതകൾ വയലിൻ, കീബോർഡ്, ഗിറ്റാറ്, വായ്പാട്ട് എന്നിവ പഠിപ്പിച്ചു കൊടുക്കപ്പെടുന്നതാണ്. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 860 630 74 51. മറ്റൊരു ഫോൺ നമ്പർ കൂടിയുണ്ട് 75 10 520 887. അപ്പോൾ വിളിക്കാൻ മറക്കരുത്. അടുത്ത നമ്മൾ ഈ പാട്ടിന്റെ ചരണത്തിലേക്ക് പോകുമ്പോൾ ഈ നോട്ടുകൾ തന്നെ വായിച്ചാൽ മതി. അപ്പോൾ ആ വരികൾ നിങ്ങൾ പല ആവർത്തി കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ നൊട്ടേഷൻ അതുപോലെ വായിക്കുകയാണെങ്കിൽ ശരിക്കും അത് ആസ്വദിച്ച് തന്നെ നിങ്ങൾക്ക് വായിക്കാനും പറ്റും, പാടാനും പറ്റും. നമുക്ക് ആ ചരണത്തിൻ്റെ വരികളൊന്ന് പാടി നോക്കാം. കാട് പൂത്തല്ലോ ഞാവൽ കാപഴുത്തല്ലോ ഇന്നും കാലമായില്ലേ എൻ്റെ കൈ പിടിച്ചിട
മൂളിപ്പാട്ടു പാടിത്തന്ന മൂളം തത്തമ്മേ. നാളൊഴിഞ്ഞ കൂട്ടിലെന്തേ വന്നു ചേരാത്തു. കാട് പൂത്തല്ലോ ഞാവൽ കാപഴുത്തല്ലോ. ഇന്നും കാലമായില്ലേ എൻ്റെ കൈ പിടിച്ചിടാ. ഇത്രയാണ് ചരണത്തിൽ. നമ്മൾ ആ പഠിച്ച നൊട്ടേഷൻ തന്നെയാണ്. പല ആവർത്തി നിങ്ങൾ പാട്ട് കേൾക്കണം. നമുക്ക് ഇതുപോലുള്ള ഒത്തിരി ഓർമ്മകൾ ഉണ്ടല്ലോ. നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ഇതുപോലുള്ള കൗമാരത്തിലൊക്കെ ഇതുപോലുള്ള ഒരുപാട് ഓർമ്മകൾ നമ്മളുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ട്. അല്ലിയാമ്പൽ കടവിലന്നരക്കു വെള്ളം അന്നു നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പു വെള്ളം. നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. നല്ലൊരു ഗാനമാണ്. നിങ്ങൾ ഈ പാട്ടിൻ്റെ ഈ പല്ലവി അനുപല്ലവി നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ചരണവും അനായാസം വായിക്കാനായിട്ട് പറ്റും. അതിനുശേഷം ഞാനെപ്പോഴും പറയുന്ന പോലെ നിങ്ങളുടെ സ്വന്തം മുറിയിലിരുന്ന് വളരെ ഉച്ചത്തിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ പാട്ട് നിങ്ങൾക്ക് പാടി ആസ്വദിക്കുവാനായിട്ട് കഴിയും. അതിനെല്ലാവർക്കും സാധിക്കട്ടെ. അതിനെല്ലാവർക്കും ദൈവം ശക്തിയും ബുദ്ധിയും കഴിവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നിങ്ങളുടെ എരുമത്തൂർ സ്വന്തം സുരേഷ് ചെറുക.